എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യൂണിറ്റ് 5 റേ ഓഫ് ഹോപ്പിന്റെ ഒരു ചാപ്റ്ററാണ്, വാങ്ക. ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് ആന്റൺ ചെക്കോവ് ഈ ചെറുകഥയിൽ കൂടി നമ്മളോട് പറയുന്നത്. അപ്പം ഈ കഥ നടക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ക്രിസ്മസിന്റെ സമയമാണ്. ക്രിസ്മസിന്റെ സമയത്ത് എല്ലാ ആൾക്കാരും സന്തോഷിക്കുമ്പോൾ ഈ ഒരു കൊച്ചുകുട്ടി മാത്രം അവൻ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ കൂടി നമ്മളോട് കഥാകൃത്ത് പറയുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ്സ് ആയിട്ട് ഇടുക. വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുകയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് വാങ്ക എന്ന് പറയുന്ന ഈ കൊച്ചുകുട്ടിയുടെ കഥ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. 9-year-old Wanga Zuo, who had been apprenticed 3 months ago to Alkane the shoemaker, did not go to bed on Christmas Eve. ക്രിസ്മസ് രാത്രിയായിട്ട് പോലും ഈ കൊച്ചുകുട്ടി 9 വയസ്സുകാരനായ ഈ കൊച്ചുകുട്ടി അവൻ ഉറങ്ങിയിട്ടില്ല. അവന് ഒരു അപ്രന്റീസ് ആണ്. അപ്രന്റീസ് എന്ന് പറഞ്ഞാൽ ശമ്പളം ഒന്നും കിട്ടത്തില്ല, ആഹാരം മാത്രം എന്തെങ്കിലും ഇച്ചിരി കിട്ടും, പക്ഷെ ജോലി ചെയ്യണം. അങ്ങനെയുള്ളൊരു കൊച്ചു പയ്യനാണ്. ഇപ്പം ഒരു ഷൂ മേക്കറിന്റെ കൂടെയാണ്, ഒരു കോബ്ലറിന്റെ കൂടെയാണ് അപ്രന്റീസ് ആയിട്ട് നിൽക്കുന്നത്. He waited till his master and mistress and the senior apprentices had gone to church, and then took from the cupboard a bottle of ink and a pen with a rusty nib, spread out a crumpled sheet of paper and was all ready to write. ഇവന്റെ മാസ്റ്ററും മിസ്ട്രസും എല്ലാം തന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി, മറ്റുള്ള മുതിർന്ന ആൾക്കാരെല്ലാം തന്നെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്, അവന് ഒരു ചുരുണ്ട് കൂടിയ ഒരു പേപ്പറും എടുത്ത് വളരെ റെസ്റ്റി ആയിട്ടുള്ള, അതായത് അഴുക്കായിട്ടുള്ള ഒരു നിബുള്ളൊരു പേന എടുത്ത് പിന്നെ എന്തൊക്കെയോ എഴുതാനായിട്ട് ഇരിക്കുകയാണ്. Before tracing the first letter, he glanced several times anxiously at the door and window, peered at the dark icon with shelves holding cobbler's last stretching on either side of it, and gave a quivering sigh. അവന് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ പല പ്രാവശ്യം അവന് ഡോറിലേക്ക് നോക്കുന്നുണ്ട്. കാരണം ആരെങ്കിലും വരുന്നുണ്ടോ, വിൻഡോ സൈഡിൽ നിന്ന് ആരെങ്കിലും ഇവനെ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് അവനെ വീണ്ടും വീണ്ടും നോക്കുന്നത്. The paper lay on the bench and Wanga knelt on the floor at the bench. അപ്പം ഇവന് ഒരു എഴുത്തെഴുതാനായിട്ട് പോവാണ്. Dear Granddad Constant Macash, he wrote. അപ്പം ഇവന്റെ ഗ്രാൻഡ് പായ്ക്കാണ് ലെറ്റർ എഴുതുന്നത്. I am writing a letter to you. I send you Christmas greetings and hope God will send you his blessings. അപ്പം ഇവന്റെ മുത്തശ്ശന് ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് കൊടുക്കുകയാണ് ഈ ഒരു ലെറ്ററിൽ കൂടി. അല്ലാതെ വേറെ ഗ്രീറ്റിംഗ്സ് കാർഡോ അല്ലെങ്കിൽ അവനവിടെ മുത്തശ്ശൻ്റെ അടുത്ത് പോകാനോ സാധിക്കുന്നില്ല. I have no father and no mummy and you are all I have left. അപ്പം ഇവന് ഓർഫനാണ്. ഓർഫൻ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ മാത്രമുണ്ട്, അച്ഛനും അമ്മയും ഇല്ല. Wanga raised his eyes to the dark window pane in which the reflection of the candle flickered. In his imagination, he distinctly saw his granddad, Constantin Macaire. He was a night watchman on the estate of some gentlefolk called Zivare. ഇപ്പം ഇവന്റെ മനസ്സിൽ അവന്റെ മുത്തച്ഛന്റെ ഒരു ഓർമ്മ വരികയാണ്. അവന്റെ മുത്തശ്ശൻ അവിടെ നിൽക്കുന്നത് പോലെ തന്നെ അവന് തോന്നുകയാണ്. അവന്റെ മുത്തശ്ശൻ ഒരു നൈറ്റ് വാച്ച്മാൻ ആണ്, ഒരു വളരെ നല്ല ആൾക്കാരുടെ നൈറ്റ് വാച്ച്മാൻ ആണ് മുത്തച്ഛൻ. He was small, lean, old man about 65, but remarkably lively and agile, with a smiling face and eyes blearly with drink. അപ്പം ഇവന്റെ മുത്തശ്ശനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. വളരെ വണ്ണം കുറഞ്ഞ പ്രായമുള്ള ഒരു 65 years ഒക്കെ ഉള്ള ഒരു മുത്തശ്ശനാണ്. പക്ഷെ എപ്പോഴും വളരെ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശനാണ് ഇവൻ്റേത്. In the daytime, he either slept at the kitchen or sat joking with the cook and kitchen mates. അപ്പം പകൽ സമയങ്ങളിൽ ഇദ്ദേഹം കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള വേലക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യും. In the night, he wrapped himself in a great sheepskin coat, walked round and round the estate, sounding his rattle.
അപ്പം രാത്രി സമയങ്ങളിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഉള്ളത്. കാരണം ഇദ്ദേഹം ഒരു നൈറ്റ് വാച്ച്മാൻ ആണ്. രാത്രി ആകുമ്പോഴത്തേക്കിനും ഇദ്ദേഹം ഈ എസ്റ്റേറ്റിന്റെ എല്ലാം ചുറ്റിനും ഇങ്ങനെ റൗണ്ടായിട്ട് പോയിക്കൊണ്ടേയിരിക്കും. 2 dogs, Eel and Kashkanda, would follow him with drooping heads. അപ്പം ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ 2 നായകളുണ്ട്. ഈൽ, കഷ്കന്ത എന്നൊക്കെയാണ് ആ ഡോഗ്സിന്റെ പേരുകൾ. അവരെ കൂടെ ഈ മുത്തശ്ശൻ പോകുന്ന അല്ലെങ്കിൽ ഈ മുത്തശ്ശൻ ഇങ്ങനെ റോന്ത് ചുറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന് അക്കമ്പനി ചെയ്യാറുണ്ടായിരുന്നു. Eel was named on account of his black coat and long weasel-like body. അപ്പം ഈലിന് പേരിട്ടിരിക്കുന്നത് അവൻ്റെ ദേഹത്തിൻ്റെ കളർ കൊണ്ടും ബ്ലാക്ക് കളറാണ്. മാത്രമല്ല അവൻ്റെ ബോഡി ഷേപ്പ് ഒരു വീസിൽ ലൈക്ക് ആയിട്ട് അധികം വണ്ണമില്ലാതെ നീണ്ടിരിക്കുന്ന ഷേപ്പാണ് അവന് ദേഹത്തിനുള്ളത്. അതുകൊണ്ടാണ് അവന് ഈലെന്ന് പേരിട്ടിരിക്കുന്നത്. He was wonderfully respectful and insinuating. He had the same appealing glance on friends and strangers alike, but the inspired confidence in no one. അത് ഈ ഈലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ എനിമീസ് ആണെങ്കിലും എല്ലാം തന്നെ ഈലിന് ഒരേപോലെ തന്നെയാണ്. അത് ഒരേ രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. His deferential manner and docility were a pretext for his cunningness and hostility. He was adept at stealing up to snap at a food, creeping into the ice house or snatching a peasant's chicken. അപ്പം ഈ ഈലിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. ക്രീപ്പിംഗ് ഇൻ ടു ഐസ് ഹൗസ് അല്ലെങ്കിൽ സ്നാച്ചിങ് പെസൻസ് ചിക്കൻ, ഇതൊക്കെ തന്നെ ഈലിന് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഹിസ് ഹൈൻഡ് ലെഗ്സ് had been slashed again and again twice he had been strung up. He was beaten with an inch of his life every week, but he survived it all. അവൻ്റെ ഈ പരിപാടികളെല്ലാം കാരണം തന്നെ അവന് ഒത്തിരി അധികം അടികൾ കിട്ടും. പക്ഷെ അടിച്ച് ചാറായാൽ പോലും അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും, സർവൈവ് ചെയ്യും. Granddad was probably standing at the gate at this moment, screwing up his eyes to look at the bright red light coming from the church windows, or stumbling about in his felt boots, fooling with the servants. അപ്പം ഇവൻ അവർക്കാണോ ഇപ്പം എൻ്റെ മുത്തശ്ശൻ ഇവിടെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കുകയായിരിക്കും, ദൂരെയുള്ള ചർച്ചിലെ ലൈറ്റ് കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം അവിടെയുള്ള വേലക്കാരോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുമായിരിക്കും എന്നൊക്കെ ഈ കൊച്ചുകുട്ടി ഇവനിങ്ങനെ മനസ്സിന് ആലോചിക്കണം. He would be throwing out his arms and hugging himself against a cold with his old man's titter pinching a maid or one of the cooks. Have a nip, he would say, holding out his snuff box to the women. വീണ്ടും ഇങ്ങനെ ആലോചിക്കായിരിക്കും, ഇപ്പം ഈ തണുപ്പുള്ള സമയത്ത് മുത്തശ്ശൻ ഒരു കമ്പിളിയൊക്കെ പുതച്ച് ഇങ്ങനെ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഈ ഇദ്ദേഹത്തിന് മൂക്കിപ്പൊടി ഉപയോഗിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവിടെയുള്ള മെയ്ഡ്സിനോ അവിടെയുള്ള മറ്റുള്ള സെർവൻസിനോ ഒക്കെ കൊടുത്ത് അവരെ കൊണ്ടുകൂടെ മൂക്കിപ്പൊടി ഉപയോഗിപ്പിക്കും. The women would take a pinch and sneeze. Grandfather would be overcome with delight, breaking out into jolly laughter and shouting, "Good for frozen noses." അപ്പം ഈ തുമ്മുമ്പോൾ ഗ്രാൻഡ് ഫാദർ പറയും, നല്ലതാ, മൂക്കെല്ലാം നല്ല തണുത്ത് ഉറഞ്ഞിരിക്കുകയല്ലേ, ഇപ്പം തുമ്മുന്നത് വളരെ നല്ലതാന്ന് പറയും. Even the dogs would be given snuff. Kashkanda would sneeze, shake her head and walk away offended. അപ്പോൾ ഈ മനുഷ്യരെ മാത്രം അല്ല മുത്തശ്ശൻ വെറുതെ വിട, ഈ നായ്ക്കളെ പോലും വെറുതെ വിടത്തില്ല. ഈ നായ്ക്കളുടെയൊക്കെ മൂക്കിലൊക്കെ മൂക്കിപ്പൊടി വെച്ച് കൊടുക്കും, എന്നിട്ട് അത് തുമ്മാൻ തുടങ്ങും. തുമ്മുമ്പോൾ അതുങ്ങൾക്ക് ദേഷ്യം വന്ന് കഷ്കന്ത ദേഷ്യപ്പെട്ട് പോവും. But eel, too polite to sneeze, would wag his tail. പക്ഷേ ഈലിന് വളരെ ഇഷ്ടമായിരിക്കും ഇത്, ഈ മൂക്കിപ്പൊടി വലിക്കുന്നത്. അതുകൊണ്ട് എന്താ, അവന് വാലാട്ടി ചെല്ലും. And the weather was glorious, the air still transparent and fresh. It was a dark night, but the whole village with its white roofs, the smoke rising from the chimneys, the trees silver with rime, the snowdrifts could be seen distinctly. അപ്പം അവിടുത്തെ ഒരു ക്ലൈമാറ്റിക് സിറ്റുവേഷൻ ആണ് ഇവനിവിടെ പറയുന്നത്. വളരെ നല്ല ശാന്തമായിട്ട് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണെന്നാണ് അവൻ പറയുന്നത്. The sky was sprinkled with gaily twinkling stars
and the Milky Way stood out as clearly as if newly scrubbed for the holiday and polished with snow. അപ്പോൾ എന്താണ്, നമ്മുടെ സ്റ്റാർസ് എല്ലാം തന്നെ വളരെ നല്ല ബ്രൈറ്റ് ആയിട്ട് ട്വിങ്കിൾ ചെയ്ത് ആ ഒരു ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. മാത്രമല്ല എന്താണ്, സ്റ്റാർസ് എല്ലാം തന്നെ ഈ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് പെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ നല്ല കറുത്ത ആകാശത്ത് നല്ലതായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ നക്ഷത്രങ്ങളെ കാണാൻ വളരെയധികം ഭംഗിയാണ്. Vanguard sighed, dipped his pen in the ink and went on writing. വീണ്ടും വിഷമിച്ച് വീണ്ടും എഴുതിക്കൊണ്ടിരിക്കണം. And yesterday I had such a hiding. അവൻ്റെ അവസ്ഥ പറയാണ്, അവൻ്റെ കഷ്ടപ്പാടുകൾ അവൻ്റെ മുത്തശ്ശനുമായിട്ട് ഷെയർ ചെയ്യണം. The master took me by the hair and dragged me out into the yard and beat me with the stirrup strap because by mistake I went to sleep while rocking their baby. ഇന്നലെ രാത്രിയിൽ ഞാൻ അവരുടെ കൊച്ചിനെ ഉറക്കിക്കൊണ്ട്, ഈ റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ തൊട്ടിലിങ്ങനെ ആട്ടത്തില്ല, തൊട്ടിലാട്ടി ഉറക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. അതിന് ഈ എൻ്റെ മാസ്റ്റർ അയാൾ എൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ച് വെളിയിലിട്ട് സ്ട്രാപ്പ് വെച്ച്, അതായത് ബെൽറ്റ് വെച്ചിട്ട് അടിച്ച് പൊതിരെ തല്ലി. And one day last week the mistress told me to gut a herring and I began from the tail and she picked up the herring and rubbed my face with the head. The other apprentices make fun of me. They send me to the tavern for vodka and make me steal the master's cucumbers and the master beats me with the first thing he finds. മാത്രമല്ല ഇവൻ്റെ അവിടുത്തെ മിസ്ട്രസ്, അതായത് മാസ്റ്ററിൻ്റെ ഭാര്യ, അവരും ഇവനെ വളരെയധികം ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കും. ആ മർദ്ദനമെല്ലാം കാണുമ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം തന്നെ ആഹ്ലാദിക്കും, സന്തോഷിച്ച് ചിരിക്കും. അത് മാത്രമല്ല ഇവനെ വോഡ്ക മേടിക്കാനായിട്ട്, അതായത് മദ്യം മേടിക്കാനായിട്ട് ഇവനെ ഷാപ്പിൽ വിടുകയും ചെയ്യും. ആ മദ്യം കൊണ്ടുവന്ന് കഴിയുമ്പോൾ എന്താണ്, കുക്കുംബർ, ഈ മാസ്റ്ററിൻ്റെ കുക്കുംബർ എല്ലാം ഇവിടെ മോഷ്ടിക്കാനായിട്ട് ഇവനെ തള്ളിവിടും. എന്നിട്ട് അത് മോഷ്ടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ മാസ്റ്ററിന് ദേഷ്യം വന്നിട്ട് കയ്യിൽ കിട്ടുന്ന എന്താണോ അത് വെച്ചിട്ട് ഇവനെ പൊതിരെ തല്ലും. ഇതാണ് ഇവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. And there is nothing to eat. They give me bread in the morning and gruel for dinner and in the evening bread again, but I never get tea or cabbage soup. അവരുടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടാക്കിയാലും ടീ, ക്യാബേജ് സൂപ്പ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവനാകെ കിട്ടുന്നത് കുറച്ച് ഗ്രൂവൽ, കഞ്ഞി പോലുള്ള സാധനവും പിന്നെ ബ്രെഡ് മാത്രം. എല്ലാ നേരവും സെയിം ആഹാരം തന്നെ. അവൻ ആ കൊച്ചുകുട്ടിയാണ്, 9 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയാണ്. അവന് ഇരിക്കുമ്പോൾ തന്നെയാണ് ബാക്കി എല്ലാവരും വളരെ നല്ല മൃഷ്ടാന ഭോജനമെല്ലാം കഴിച്ച് വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. And they make me sleep in the passage, and when their baby cries I don't get any sleep at all. I have to rock it. അവർ മുഴുവനും സാധനങ്ങൾ, അവരുണ്ടാക്കുന്ന സാധനം മുഴുവനും അവർ തന്നെ അങ്ങ് കഴിച്ചു തീർക്കും. എന്നിട്ട് എന്നെ ഇവിടെ ഒരു പാസേജിലാണ് കിടത്തുന്നത്. ഇത്രയും അതികഠിനമായ തണുപ്പത്തിലും എന്നെ ഇവിടെ വെറും ഇങ്ങനെ പാസേജിൽ കിടത്തും. ഒരു നല്ല കിടക്കാനോ പതിക്കാനോ ഒന്നും കൊടുക്കത്തുമില്ല, ഒന്നുമില്ല. വളരെ കഷ്ടപ്പാടാണ്. മാത്രമല്ല ഇവരുടെ കൊച്ചു കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവന് ഉറങ്ങാനും സാധിക്കത്തില്ല. Dear Granddad, for the dear Lord's sake, take me away from here. Take me home to the village. I can't bear it any longer. Oh Granddad, I beg and implore you and I will always pray for you. Do take me away from here or I will die. എൻ്റെ പൊന്ന് ഗ്രാൻഡ്പ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. എനിക്ക് ഉറങ്ങാനോ കഴിക്കാനോ ഒന്നും കിട്ടുന്നില്ല. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ. Vanguard's lips twitched. He rubbed his eyes with a black fist and gave a sob. അപ്പോൾ അവന് കരച്ചിൽ വന്നിട്ട് അടക്കാൻ സാധിക്കുന്നില്ല. അവന് കരയാണ്. അവൻ്റെ കുഞ്ഞു കൈകൾ കൊണ്ട് അവൻ്റെ കണ്ണുനീര് തുടച്ച് കളയാണ്. അപ്പോൾ ആ കൈ നിറയെ ചെളിയാണ്, മണ്ണും ചെളിയും എല്ലാം പുരണ്ട് കറുത്തിരിക്കുകയാണ് അവൻ്റെ ആ കുഞ്ഞ് കൈകൾ. I will grind you snuff for you, he went on. I will pray for you and you can flog me as hard as you will like if I am naughty.
ഞാൻ ഗ്രാൻഡ് പായ്ക്ക് വേണ്ടിയിട്ട് സ്നഫ് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, അതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് തരാം. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ എന്നെ എത്ര കഠിനമായിട്ട് വേണമെങ്കിലും ശിക്ഷിച്ചു, ഒരു പ്രശ്നവും. And if you think there is nothing for me to do, I will ask the steward to take pity on me and let me clean the boots, or I will go as a shepherd boy instead of feeding. അപ്പം പറയാണ്, എന്നെ കൂടെ നിർത്തുക, ഞാൻ എന്തെങ്കിലും ജോലി അവിടെ ചെയ്തോളാം. ഒരു ജോലി ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ സ്റ്റാഫിൻ്റെ ബൂട്ട്, അതായത് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഷെപ്പേർഡ് ബോയ് ആയിട്ട് പോകാം, ആടിനെ മേയ്ക്കാനായിട്ട് പോകാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, എന്നെ ഇവിടെ നിന്ന് മാത്രം ഒന്ന് കൊണ്ടുപോകും. ഗ്രാൻഡ് ഡാഡ്, I can't stand it. It is killing me. I thought I would run away on foot to the village, but I have no boots and I am afraid of the frost. And when I grow up to be a man, I will look after you and I will not let anyone hurt you. And when you die, I will pray for your soul like I do for my mummy. അപ്പം വീണ്ടും പറയണേ, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. എനിക്ക് ചെരുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഷൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഓടിയാണെങ്കിലും അങ്ങ് നാട്ടിൽ വന്നേനെ. പക്ഷെ എനിക്ക് ഷൂസ് ഇല്ല, ഇവിടെ തണുത്ത് മരവിച്ച് കിടക്കുകയാണ്. ഈ കാലാവസ്ഥയിൽ എനിക്ക് അവിടെ വരെ ഷൂസ് ഇല്ലാതെ വരാനായിട്ടും സാധിക്കത്തില്ല, കാരണം എനിക്ക് തണുപ്പിനെ വളരെയധികം പേടിയാണ്. അപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ വന്നൊന്ന് കൊണ്ടുപോകും എന്നാണ് ഇവൻ അപേക്ഷിക്കുന്നത്. Moscow is such a big town. There are so many gentlemen's houses and such a lot of horses, and no sheep, and the dogs are not a bit fierce. The boys in the town don't roam the streets with stars, and they don't allow one to sing in church at Christmas. They were also seen selling fish hooks that could even hold a sheet fish weighing 30 pounds. There are shops that have all sorts of guns just like the ones the master has at home. They must cost 100 rubles each. In the butcher's shops, they sell grouse, woodcock, and hares, about which they don't say where they were shot. അപ്പം ഈ മോസ്കോ ടൗണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോസ്കോ ടൗൺ വളരെ വലിയൊരു ടൗണാണ്, അവിടെ വളരെയധികം ആൾക്കാരെല്ലാം ഉണ്ട്. മാത്രമല്ല അവിടെ ധാരാളം ഹോഴ്സസ് ഉണ്ട്, പക്ഷെങ്കിൽ ഷീപ്പും ഡോഗും ഇല്ല. മാത്രമല്ല അവിടുത്തെ ബോയ്സ് എല്ലാം തന്നെ ഹണ്ടിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. മിക്ക ആൾക്കാരുടെ കയ്യിൽ അവൻ്റെ മാസ്റ്ററിൻ്റെ കയ്യിലുള്ള പോലെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള തോക്കുകളുണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അതാണ് ഈ മോസ്കോ ടൗണിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, when they have a Christmas tree at the big house, take a gilded nut for me and put it away in the green chest. Ask Miss Olga Ignatyevna, tell her it's for Vanga. അപ്പം ഇവൻ പറയാണ്, വല്യച്ഛനോട് പറയാണ്, അവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഗിൽഡഡ് നട്ട്, അതായത് നല്ല തിളങ്ങുന്ന ഓരോരോ നട്ട്സുകൾ നമ്മളിതിൽ തൂക്കിയിടും ഈ ക്രിസ്മസ് ട്രീയിൽ. അപ്പോൾ അതിലൊരെണ്ണം എനിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കണം. അവിടെ പറഞ്ഞാൽ മതി, ഇത് വാങ്കയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ സമ്മതിക്കും എന്നാണ് പറയുന്നത്. Vanga gave a sharp sigh and once more gazed at the window pane. He remembered his grandfather going to get a Christmas tree for the gentry and taking his grandson with him. അപ്പം ഇവന് പണ്ടെപ്പോഴോ ഇവൻ്റെ ഗ്രാൻഡ് കൂടെ ഒരിക്കൽ ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാനായിട്ട്, അതായത് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓണറിന് വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ട്രീ വാങ്ങാനായിട്ട് പോയ ഒരു ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇവനിത് വീണ്ടും പറയുന്നത്. Oh, what happy times those had been. Grandfather would give a chuckle and the frost-bound would chuckle, and Vanga, following their example, chuckled too. Before chopping down the fir tree, Grandfather would smoke a pipe, take a long pinch of snuff and laugh at the shivering Vanga. അപ്പം അന്നത്തെ കാലങ്ങളെല്ലാം അവൻ ഓർക്കുകയാണ്. ഒന്ന് ഞാൻ എൻ്റെ മുത്തശ്ശൻ്റെ കൂടെ പോയ സമയത്ത് എന്ത് നല്ല രസമായിരുന്നു. മുത്തശ്ശൻ്റെ ആ ഒരു കുസൃതികളും, മുത്തശ്ശൻ സിഗരറ്റ് വലിക്കുമ്പോൾ അപ്പം മുത്തശ്ശനെ നല്ല എൻജോയ് ചെയ്യുകയാണ്. അപ്പം വാങ്കയ്ക്ക് ഭയങ്കര തണുപ്പാണ്. വാങ്ക തണുത്തിട്ട് വിറയ്ക്കുന്നതൊക്കെ കണ്ടിട്ട് മുത്തശ്ശൻ കളിയാക്കും.
The young fir trees coated with frost, stood motionless, waiting to see which one of them was to die. And suddenly a hare would come leaping over a snowdrift, swift as an arrow. Grandfather could never help shouting, "Stop it, stop it, stop it! Oh, you stub-tailed devil!" അപ്പം ഈ കുറേ അധികം ഫിർ ട്രീസ് എല്ലാം ഉണ്ട്. അത് ആരാദ്യം വീഴും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഭയങ്കര അതികഠിനമായ മഞ്ഞുള്ള സമയമാണ്. ആ സമയത്താണ് വളരെ ഒരു സ്നോ ഡ്രിഫ്റ്റ് വന്നിട്ട് ഒരു ആരോ പോലെ വളരെയധികം സ്പീഡിൽ ഒരു ആരോ പോലെ ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ റാബിറ്റ് വന്നു. അപ്പോൾ അതിനെ കണ്ടപ്പോഴത്തേനും ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര അതിനെ പിടിച്ച് നിർത്ത് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെയാണ്. Grandfather would drag the tree to the big house and they would start decorating it. Miss Olga Ignatyevna, Vanga's favorite, was the busiest of all. While Pelagia, Vanga's mother, was alive and in service at the big house, Olga Ignatyevna used to give Vanga sweets and amuse herself by teaching him to read, write and count to 100 and even to dance the quadrille. അപ്പം ഇവൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഉള്ള ഓർമ്മകളാണ് ഇവനിപ്പോഴും ഉള്ളത്. അവിടെ ഓൾഗ ഇവനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, കുറച്ച് പഠിപ്പിക്കും, കൂടെ കളിക്കും, പിന്നെന്താ 1, 2, 100 വരെയൊക്കെ എണ്ണാൻ പഠിപ്പിക്കും, ഡാൻസ് കളിപ്പിക്കും. വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. ബട്ട് വെൻ Pelagia died, the orphan Vanga was sent to the back kitchen to his grandfather and from there to Moscow to Alkena the shoemaker. പക്ഷേ ഇവൻ്റെ അമ്മ പെലാഗിയ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, അവനെ ബാക്ക് കിച്ചണിലേക്ക് മാറ്റി, അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക്. അവൻ അവിടെ നിന്ന് ഇവരെ ഈ ഷൂ മേക്കറിൻ്റെ അവിടെ അപ്രൻറ്റീസായിട്ട് വിട്ടിരിക്കുകയാണ്. "Come to me, dear granddad," continued Vanga. "I beg you, for Christ's sake. Take me away from here. Pity me, unhappy orphan. They beat me all the time and I am always hungry and I am so miserable here. എൻ്റെ പൊന്നു ഗ്രാൻഡ്പ എന്നെ വന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഞാൻ എന്ന് വിശന്ന് കഷ്ടപ്പെട്ട് വിഷമിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. I can't tell you, I cry all the time. And one day the master hit me over the head with a last and I fell down and I thought I would never get up again." ഞാൻ ഒരു ദിവസം പോലും ഇല്ല സന്തോഷിക്കുന്നത്, എന്നും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഒരു ദിവസം എൻ്റെ മാസ്റ്റർ എൻ്റെ തലക്കിട്ടടിച്ചിട്ട് ഞാൻ താഴെ വീണു, ബോധം കെട്ടുപോയി. ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും ഉണരില്ല എന്ന്. "I have such a miserable life, worse than a dog's." അപ്പോൾ ഇവനെ തന്നെ ഒരു നായ്ക്കുള്ള അല്ലെങ്കിൽ ഡോഗിനുള്ളതിനേക്കാളും വേഴ്സ്റ്റ് സിറ്റുവേഷനാണ് ഇവനുള്ളതാണ് ഇവന് പറയുന്നത്. "And I send my love to Alyona, one-eyed Yogor and the coachman. Don't give me my concentrate to anyone. I remain your grandson, Ivanzovo. Dear granddad, do come." അപ്പോൾ ഇവന് എഴുത്ത് നിർത്താണ്, എൻ്റെ പൊന്ന് ഗ്രാൻഡ്പ എങ്ങനെയെങ്കിലും വാ, എന്നെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകും. Vanga folded the sheet of paper in 4 and put it into an envelope which he had bought the day before for a kopeck. അപ്പോൾ ഒരു കോപ്പക്കിന് ഇവൻ മേടിച്ചൊരു envelope ഇവൻ്റെ കയ്യിൽ ഉണ്ട്. Then he paused to think, dipped his pen into the ink pot and wrote, "To grandfather in the village." Scratched his head, thought again, then added, "To Konstantin Makarich." അവന് എന്ത് എഴുതണമെന്ന് അറിയത്തില്ല അഡ്രസ്സിൽ. അപ്പോൾ ആദ്യം എഴുതി ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കോൺസ്റ്റാന്റിൻ മെക്കാരിച്ച് എന്ന് എഴുതി. Pleased that no one had prevented him from writing, he put on his cap and ran out into the street without putting his coat on over his shirt. The man at the butcher's told him when he asked them the day before that letters are put into letter boxes and from these boxes sent all over the world on mail coaches with 3 horses and drunken drivers and jingling bells. അപ്പം ഇവൻ തലേ ദിവസം ഇവൻ ഈ എൻവലപ്പ് മേടിക്കാനായിട്ട് പോയ സമയത്ത് ഇവൻ അവിടുത്തെ ആൾക്കാരോട്, അവിടുത്തെ കുറച്ച് കോച്ച്മാനോട് അല്ലെങ്കിൽ ഡ്രൈവേഴ്സിനോട് ചോദിച്ചായിരുന്നു എവിടെയാണ് ഈ ലെറ്റർ ഇടേണ്ടത്. അപ്പോൾ അവരാണ് പറഞ്ഞു കൊടുത്തത്
ഈ ലെറ്റർ ബോക്സിൽ ലെറ്റർ ഇട്ടാൽ മതിയെന്ന്. അങ്ങനെയാണ് ഇവനെ ലെറ്റർ ബോക്സിൽ കൊണ്ട് ലെറ്റർ ഇടുന്നത്. പക്ഷേങ്കിൽ പൂർണ്ണമായ അഡ്രസ്സ് ഇല്ല. അതാണ് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യം. An hour later, lulled by rosy hopes, he was fast asleep. He dreamed of a stove. On the stove ledge sat his grandfather, his bare feet dangling, reading the letter to the cooks. Eel was walking backwards and forwards in front of the stove, wagging his tail. അപ്പം ഇവന് ഈ എഴുത്തെഴുതാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ അവന് കിടന്ന് ഉറങ്ങുകയാണ്. സന്തോഷമായിട്ട് ഒരു സ്വപ്നം കണ്ട് അവന് ഉറങ്ങുകയാണ്. അവൻ്റെ മുത്തശ്ശൻ വരുന്നതായിട്ടും ആ മുത്തശ്ശൻ്റെ കൂടെ നായ്ക്കൾ ഈല് വരുന്നതും അവന് ഡാങ്കിൾ ചെയ്യുന്നതും അവൻ്റെ വാലുകൾ ഇങ്ങനെ ആട്ടി ആട്ടി നടക്കുന്നതും എല്ലാം തന്നെ ഈ കൊച്ചുകുട്ടി അവൻ സ്വപ്നം കണ്ട് സന്തോഷമായിട്ട് ഉറങ്ങുകയാണ്. എന്തായാലും ഈ നമുക്കറിയാം ഈ എഴുത്ത് മുത്തശ്ശന് ലഭിക്കണമായിരുന്നുവെങ്കിൽ പ്രോപ്പർ അഡ്രസ്സ് വേണം. അപ്പോൾ ഈ എഴുത്ത് ലഭിക്കില്ല എന്നുള്ളത് തന്നെ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ എഴുത്ത് അല്ലെങ്കിൽ ഈ എഴുത്ത് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇവനോട് അലിവ് തോന്നി ഇവനെ ഇവിടുന്ന് രക്ഷിച്ചാൽ വളരെ നല്ലൊരു കാര്യമാണ്. ആ ഒരു ഹോപ്പ് നമുക്കും തരികയാണ്. ആരെങ്കിലും അവനെ രക്ഷിക്കുമായിരിക്കുമെന്നൊരു ഹോപ്പിലൂടെ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പം പുതിയൊരു എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ.